ജൂൺ 13. അമേരിക്കൻ തപാലിന്റെ പാഴ്സൽ സർവീസ് വഴി കുട്ടികളെ അയക്കുന്ന സംവിധാനം നിർത്തലാക്കിയത് 1920 ജൂൺ 13-നാണ്. 1913-ലാണ് ഈ സേവനം തപാൽ വകുപ്പ് ആരംഭിച്ചത്. ആളുകളിൽ നിന്നുള്ള അഭ്യർത്ഥന മാനിച്ചായിരുന്നു അത്. അതേ വർഷം ജനുവരി 31-നാണ് ആദ്യമായി ഒരു കുട്ടിയെ പാർസലാക്കി അയച്ചത്. ഒഹിയയിലായിരുന്നു അത്. 10.25 പൗണ്ട് തൂക്കമുണ്ടായിരുന്ന ഒരു ആൺകുട്ടിയെയാണ് അവന്റെ മുത്തശ്ശിയുടെ വിലാസത്തിൽ എത്തിച്ചു നൽകിയത്. 15 സെന്റായിരുന്നു പോസ്റ്റൽ ചാർജ്. 1920 ജൂൺ 13-ന് തപാൽ വകുപ്പ് ഈ സേവനം നിർത്തലാക്കി. സോവിയറ്റ് യൂണിയനിലെ ആദ്യത്തെ വജ്രഖനിയായ മീർമൈൻ കണ്ടെത്തിയത് 1955 ജൂൺ 13-നായിരുന്നു. 44 വർഷങ്ങൾക്ക് ശേഷം 2004-ലാണ് ഇവിടെ ഖനനം അവസാനിപ്പിച്ചത്. 1990-കളിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം സഗ ഡയമണ്ട് എന്ന കമ്പനിയായിരുന്നു ഇത് നടത്തിയിരുന്നത്. $600 മില്യൺ കമ്പനിയുടെ വാർഷിക ലാഭം. തുടർന്ന് ഈ ഖനി അൽറോസ എന്ന കമ്പനി ഏറ്റെടുത്തു. 3600 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. പ്രവർത്തനം നിലച്ച ഈ ഖനിക്ക് 525 മീറ്റർ ആഴവും 1200 മീറ്റർ വ്യാസവുമുണ്ട്. ഉത്തര കൊറിയയുടെയും ദക്ഷിണ കൊറിയയുടെയും നേതാക്കൾ ആദ്യമായി കണ്ടുമുട്ടിയത് 2000 ജൂൺ 13-നാണ്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായിരുന്ന കിം ദേസ് യൂങ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഇല്ലിനെയാണ് സന്ദർശിച്ചത്. ചരിത്രപ്രധാനമായ ഈ സന്ദർശനം 3 ദിവസങ്ങൾ നീണ്ടുനിന്നു. ഈ സന്ദർശനത്തിലൂടെ ഉത്തര കൊറിയയുമായുള്ള അനുരഞ്ജനത്തിന് മുൻകൈയെടുത്തതിന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കിം ദേ യൂങ് 2000-ലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു.